നമ്മളെല്ലാവരുടെ മൊബൈൽ ഫോണിൽ പ്രോക്സിമിറ്റി സെൻസർ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ക്യാമറയോട് തൊട്ട് അടുത്തായിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എന്തിനാണെന്ന് പല സുഹൃത്തുക്കൾക്കും അറിയില്ല. നമ്മൾ ചിലപ്പോൾ വാട്സപ്പിലൊക്കെ വോയിസ് കേൾക്കുന്നതിന് വേണ്ടി, ആരും കേൾക്കാതെ കേൾക്കുന്നതിന് വേണ്ടി ആ ഒരു വോയിസ് നമ്മൾ പ്ലേ ചെയ്ത് നേരെ ചെവിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെൻസർ പ്രവർത്തിച്ചുകൊണ്ട് ആ സ്ക്രീൻ ഓഫ് ആകുകയും കൃത്യമായിട്ട് നമുക്കൊരു കോൾ ചെയ്യുന്ന പോലെ ആ വോയിസ് നമുക്ക് കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പോക്കറ്റ് മോഡൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലേക്ക് ഈ ഒരു മൊബൈൽ ഫോൺ ഇടുന്ന അല്ലെങ്കിൽ ബാഗിലേക്കൊക്കെ ഈ മൊബൈൽ ഫോൺ ഇടുമ്പോൾ പോക്കറ്റ് മോഡ് ഓൺ ചെയ്ത മൊബൈൽ ഫോണിൽ സെൻസറിൻ്റെ സഹായത്തോടെ ആ ഒരു മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാകുകയൊക്കെ ചെയ്യും. മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയിലോട്ട് ഫോൺ വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ സെൻസർ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ആവുകയൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് മറ്റ് ഓപ്ഷൻസുകൾ പ്രവർത്തിക്കാതിരിക്കുന്നതിന് ഈ സെൻസർ നമ്മെ സഹായിക്കും. നമ്മളിന്ന് വീഡിയോ പരിശോധിക്കുന്നത് ഈ സെൻസർ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, ഈ സെൻസർ നമുക്ക് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഈ സെൻസറിനകത്തുള്ള ടിപ്സുകൾ എന്തൊക്കെയെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു പ്രോക്സിമിറ്റി സെൻസർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ പ്രോക്സിമിറ്റി സെൻസർ ഉണ്ടായിരിക്കും, എന്നാൽ നമുക്ക് പ്രത്യേക ഓപ്ഷൻസുകൾ മാത്രം ഓൺ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതല്ലെങ്കിൽ ആ ഒരു സെൻസറിന് കംപ്ലയിൻറ്റ് വന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സെൻസർ പ്രവർത്തിപ്പിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സർവീസ് എനേബിൾഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് കാണുന്ന ഭാഗത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 3 ഓപ്ഷൻസ് ആണ് ഈ സെൻസർ കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഒന്ന് സ്ക്രീൻ ഓഫ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ സെൻസർ മൊബൈൽ ഫോണിൻ്റെ സെൻസർ ഭാഗത്ത് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ വിരലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഓഫ് ആവും. അപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ മൊബൈൽ ഫോൺ ചെവിയിലോട്ട് വെക്കുമ്പോൾ ആ സെൻസർ ഓഫ് ആകും. കാരണം നമ്മുടെ ശരീരഭാഗം അതിലോട്ട് ടച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. രണ്ടാമത്തെ സ്ക്രീൻ ലോക്കാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സെൻസറിൻ്റെ സഹായത്തോടെ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഈ സ്ക്രീൻ ലോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെൻസർ ഭാഗത്ത് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയി വയ്ക്കുകയോ നമ്മുടെ വിരലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായി മാറും. മൂന്നാമത്തെ ഓപ്ഷൻ സ്ക്രീൻ ഓൺ ആണ്. അതായത് നമ്മൾ സ്ക്രീൻ ഓൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻസർ ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയി വരും. ചില ആളുകളുടെ മൊബൈൽ ഫോണൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. അവരുടെ മൊബൈൽ ഫോണിൻ്റെ സെൻസർ ഭാഗത്ത് കൈ എങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഓൺ ആകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്കുക. അത് നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ക്രീൻ ഓഫിലാണ് ഇത് കിടക്കുന്നത്. നമുക്ക് അതിനൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്ക്രീൻ ഓഫ് എന്നുള്ളത് സെലക്ട് ചെയ്തു. നമ്മൾ സെൻസർ ഭാഗത്ത് ഞാൻ വിരൽ വെക്കാൻ പോവുകയാണ്. കാണാൻ സാധിക്കും നമ്മൾ സെൻസർ ഭാഗത്ത് വിരൽ വെച്ചപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ സ്ക്രീൻ ഓഫായി. രണ്ടാമത്തെ ഓപ്ഷൻ സ്ക്രീൻ ലോക്കാണ്. നമ്മൾ സ്ക്രീൻ ലോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഒരു ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. ആക്റ്റീവ് ദിസ് ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്ത് ആക്റ്റീവ് എന്നായിരിക്കും, നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ സെൻസർ ഭാഗത്തുനിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ലോക്കായിരിക്കുകയാണ്. ഈ ലോക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ മൊബൈൽ ഫോൺ ഇനി ഉപയോഗിക്കാൻ സാധിക്കുക. നേരത്തെ നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്ത് കാണിച്ചു. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ആകും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ലോക്ക് ആയത് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത് മൂന്നാമത്തെ സ്ക്രീൻ ഓൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻസർ ഭാഗത്ത് ഞാനിപ്പോൾ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യാണ്. ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് ആ ഒരു സെൻസർ ഭാഗത്തിൻ്റെ വിരൽ വെച്ചപ്പോൾ ഓൺ ആയത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ മൊബൈലിൻ്റെ സെൻസർ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്ന് സ്ക്രീൻ ഓഫ് ചെയ്യാൻ, രണ്ടാമത് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ, മൂന്നാമത് സ്ക്രീൻ ലോക്ക് ചെയ്ത് ഓൺ ചെയ്യാൻ. ഈ 3 കാര്യങ്ങൾ നമുക്ക് സഹായകമാകും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.